നിമിഷപ്രിയ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരപരാധിയാണോ? കാരണം ഇതൊരു കൊലപാതകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് മാറാനും പാടില്ല. കാരണം എന്ത് ചെയ്താലും മലയാളികൾ ഇവിടെ ഉണ്ട് തന്നോ. അതുകൊണ്ട് നിമിഷപ്രിയയെ കുറിച്ചിട്ട് പല പല അഭിപ്രായങ്ങളെ കേൾക്കണേ. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിയിട്ട് അവര് തെറ്റുകാരി അല്ലെങ്കിൽ എത്രയായാലും എന്താണെന്ന് അറിയില്ല. അപ്പം അത് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല, ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല ഇത്. എല്ലാവരുടെയും എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സുമായി ആലോചിക്കും, മറ്റു സംഘടനകളായിട്ട് ആലോചിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് നിജസ്ഥിതി പഠിച്ചിട്ട് അവർ നിരപരാധിയാണ്, നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ മനഃപൂർവ്വം ഒരു കൊലപാതകമായിരുന്നു, നിങ്ങൾക്കായിരിക്കും കൂടുതൽ അറിയാം അതിനെക്കുറിച്ച് പറയാൻ അല്ലേ, കൊലപാതകം ചെയ്യാൻ വേണ്ടിയല്ല, ഇഞ്ചക്ഷൻ വെച്ചിട്ടൊന്നും മയക്കാൻ ചെയ്താന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കേണ്ടി വരും. തീർച്ചയായിട്ടും അതിൽ ഭൂരിപക്ഷ അഭിപ്രായം ജനങ്ങളുടെ എടുത്തുകൊണ്ടായിരിക്കും അതിന്റെ തീരുമാനത്തിൽ. അതാണല്ലോ ജനഹിതമാണല്ലോ നമുക്കറിയുന്നത് വിവരമായി. ഉണ്ട്, പലതും കാണുന്നുണ്ട്. അതിപ്പോ എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ വരേണ്ട കാര്യമില്ല. മുസ്ലിം ആയതുകൊണ്ട്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ എനിക്ക് പ്രത്യേക ജാതി മതമൊന്നുമില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നു, മനുഷ്യമതമുള്ളൂ. അപ്പോ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ല, നിരപരാധിയാണ് എന്നറിഞ്ഞതുകൊണ്ട് നമ്മൾ ഇറങ്ങി. നിമിഷപ്രിയ ആയാലും ഏത് നിമിഷത്തിലാണെങ്കിലും നല്ലതാണ്, ജനൂനാണെങ്കിൽ അതിലേക്ക് ഇറങ്ങുക എന്നുള്ളൂ. തീർച്ചയായിട്ടും മുസ്ലിമിന് വേണ്ടി ഇറങ്ങി, മുസ്ലിം എന്നുള്ളതല്ല മനുഷ്യന് വേണ്ടി ഇറങ്ങി. നാളെ ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആർക്കായാലും ജനങ്ങൾ ഒന്നിക്കും. കാരണം ഇവിടെ ഒന്നിച്ചിട്ടുണ്ട്. മുസ്ലിംസ് മാത്രമല്ല, ഭൂരിപക്ഷം മുസ്ലിംസ് ആണെങ്കിലും എല്ലാവരും പല രീതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ഫണ്ട് വന്നിട്ടുണ്ട്, ഞാൻ യൂറോപ്പിൽ നിന്ന് കൈ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കണക്ഷൻസ് അനുസരിച്ച് ഗൾഫ് പല രാജ്യത്തുനിന്നും ഫണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജെന്യൂനായിട്ടുള്ളൊരു കാര്യത്തിന് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ തരും, സപ്പോർട്ട് ചെയ്യും. അത് മലയാളികളുടെ ഒരു ഐക്യവും അതിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ് മലയാളികളുടെ, കേരളത്തിൻ്റെ എന്നൊരു സെക്യൂരിറ്റി ലോകത്ത് എവിടെ പോയാലും മലയാളികൾക്ക് ഉണ്ടാവണം. നിങ്ങൾ എവിടെ പോയാലും ജെന്യൂനായിട്ടുള്ള ഒരു കാര്യത്തിന് മലയാളികളുണ്ട്. നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് എന്നുള്ള ഒരു മെസ്സേജും ആ ഒരു കോൺഫിഡൻസിൽ മലയാളികൾക്ക് ഏത് രാജ്യത്തും ജീവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ അതിന് വേണ്ടിയിട്ട്.